ഹരേ കൃഷ്ണ. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് തിരുനട തുറന്നപ്പോൾ കളഭം കൊണ്ട് ഒരുക്കിയിരിക്കുന്നത് ഒരു പ്രണയമാണ്. ദിവ്യമായ ഒരു സ്നേഹകാവ്യം. രാത്രിയുടെ നീല മണൽ തൂകിയ നിശബ്ദതയിൽ വൃന്ദാവനത്തിലെ കാറ്റ് മൃദുവായി ചിരിക്കുന്നു. അവിടെ യമുനാ തീരത്ത് നിന്ന് വേണുനാദം പൊഴിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ. ആ വേണുനാദത്തിൽ വൃന്ദാവനത്തിൻ്റെ ആകാശം പോലും നിശബ്ദതയിലാണ്. കൃഷ്ണൻ്റെ ചുമരിൽ ചാരി നിൽക്കുന്ന രാധ. അവളുടെ കണ്ണിൽ കൃഷ്ണനോടുള്ള ആനന്ദമായ പ്രണയത്തിൻ്റെ തിളക്കം ചന്ദ്രപ്രകാശം പോലെ പടർന്നിരിക്കുന്നു. കയ്യിൽ കണ്ണനായുള്ള താമരപ്പൂവ് പിടിച്ചിട്ടുണ്ട്. ആ താമരയുടെ മൃദുത്വം പോലെ മൃദുവായതായിരുന്നു രാധയുടെ സ്നേഹവും. രാധയ്ക്ക് കൃഷ്ണൻ പ്രണയം മാത്രമായിരുന്നില്ല, ജീവനും ആത്മാവുമായിരുന്നു. കൃഷ്ണൻ്റെ ഓരോ ചിരിയും നോട്ടവും അവൾക്കൊരു ലോകമായിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണനും രാധയെ തൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥാനത്ത് സൂക്ഷിച്ചിരുന്നു. കൃഷ്ണൻ ദൈവമെങ്കിൽ രാധ ഭക്തിയാണ്. കൃഷ്ണൻ സംഗീതമെങ്കിൽ രാധ സ്വരമാണ്. കൃഷ്ണൻ ആത്മാവെങ്കിൽ രാധ അതിൻ്റെ പ്രണയമാണ്. അതിനാൽ ലോകമെന്നും രാധേ കൃഷ്ണ എന്നൊരുമിച്ച് വിളിക്കുന്നു. ആ പ്രണയം ദിവ്യമായ ഒരു സ്നേഹകാവ്യമാണ്. അത് കൂടിച്ചേരലിനേക്കാൾ വേർപിരിയലിലും മഹത്വമുള്ളതാണ്. പ്രേമഭാവത്തിൽ നിൽക്കുന്ന രാധാകൃഷ്ണന്മാരെ മനസ്സിൽ കണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. രാധേശ്യാം.